മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷു കൂടി. മധുര സ്മൃതികൾ നിറഞ്ഞ ഈ വിഷുക്കാലത്ത് പഴയകാല വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചെത്തല്ലൂരിലെ അമ്പലത്ത് കുഞ്ഞിലക്ഷ്മി അമ്മാൾ. കഴിഞ്ഞുപോയ നല്ല നാളുകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വിഷുക്കാലമെന്നും ഇവർ പറയുന്നു. ആദ്യം ഉരുളി വേണം, വിളക്ക് കൊളുത്തണം, പച്ചരി വിളക്ക് കൊളുത്തണം, നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഉരുളി വയ്ക്കണം. ഉരുളിയിൽ ഉണങ്ങലരി വെളുത്തരിയല്ല ഉണങ്ങലരി വെക്കണം. ഉരുളി പരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിൽ പുടവ വയ്ക്കുക. കോടി തുണി പുടവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊത്തപ്പൂ വയ്ക്കുക. അതിൻ്റെ മുകളിൽ കോടി തുണി വെച്ചിട്ടാണ് കൊത്തപ്പൂ വയ്ക്കൽ. എന്നിട്ട് നാളികേരം ഉടച്ചിട്ട് രണ്ട് ഭാഗത്തായിട്ട് വെക്കുക. ഈ മുന്നിൻ്റെ രണ്ട് ഭാഗത്തും അങ്ങനെയൊക്കെയാണ്. 88-ാം വയസ്സിലും തന്റെ പഴയകാല വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചെത്തല്ലൂർ തെക്കുമുറി പെരുമ്പാലപ്പാറയ്ക്കു സമീപമുള്ള അമ്പലത്തു വീട്ടിൽ കുഞ്ഞിലക്ഷ്മി അമ്മാൾ. വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ കുട്ടികളും മുതിർന്നവരും വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാകും. ആദ്യകാലത്ത് വിഷുക്കണിക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന പഴങ്ങളും കൊന്നപ്പൂവുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് തുടക്കം തന്നെ. വിളക്ക് ആദ്യം കൊളുത്തി വയ്ക്കും. എന്നിട്ട് ഇതൊക്കെ തുടങ്ങുള്ളൂ. ഫസ്റ്റിൽ അതിൽ ഉള്ളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാലരിയിട്ട് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുണ്ട് വയ്ക്കും. മുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ കൊന്നപ്പൂ വയ്ക്കും. കൊന്നപ്പൂ പരത്തി കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് മുരടെ ഉപ്പലിക്കും മറ്റേ നാക്ക് കതിരെ വെറുതെ കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് വെച്ച്. അത് വെച്ച് കഴിഞ്ഞാൽ നാളികേരം വെച്ച് രണ്ട് ഭാഗത്തും വയ്ക്കും. ഈ ഉരുളിയുടെ രണ്ട് ഭാഗത്തും നാളികേരം. അതിന് രണ്ട് വിളക്ക് വയ്ക്കുക. ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വിളക്കുണ്ടാവും ഈ ഉരുളിയുടെ അടുത്ത്. അത് കഴിഞ്ഞാൽ വെറ്റില അടയ്ക്കുകയും വയ്ക്കും. വെറ്റില അടയ്ക്കുകയും വെച്ചാൽ അതിന് പൈസ വയ്ക്കണം. വെറ്റില അടയ്ക്കൽ ദക്ഷിണ വയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പുതിയോണം വയ്ക്കും. പുതിയോണം ഉണ്ട്. അത് ഈ നാളികേരം മുറിയുള്ളൂ. അതിൽ അരിയും പൂവൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിൽ ഈ പുതിയോണം വയ്ക്കും. ആ പുതിയോണം വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ അലങ്കാരങ്ങളൊക്കെ വയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു. വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിട്ട് കണ്ണന്റെ വിഗ്രഹവും വെക്കാറുണ്ട്. ഇത്തരം ഓട്ടുരുളിയിൽ കണി വെക്കുന്ന സാധനങ്ങൾക്ക് ഓരോ ദൈവിക സങ്കല്പമുണ്ടെന്നും പറയപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ വിഷുക്കാലമായാൽ ദേശത്തെ പണിക്കർ ഓലയുമായി വീടുകളിൽ തോറും വിഷു പറയാൻ വരുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ പഴഞ്ചനായി മാറി. വിഷു എടുക്കുക പറയുക. അവർക്ക് ഇത് വെക്കുന്നതിന് മുമ്പേ വിത്തിറക്കണതിൻ്റെ മുമ്പേ അവർക്ക് വലിയ കൊടുക്കും. നിറപ്പറ വെച്ച് കണിഞ്ഞുണ്ടാക്കി അതിൽ പറയും നിറച്ച് നെല്ല് വെച്ച് നാളികേരം കുറച്ച് എണ്ണ അവർക്ക് കൊടുക്കും. പപ്പടം എന്തെങ്കിലുമൊക്കെ അവർക്ക് കുറച്ച് പൈസയും ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും. അവർ കുട്ടികളൊക്കെ രാവിലെ ഒരു കണിയാണാൻ പറഞ്ഞുകൊണ്ട് 2-4 കൊടുക്കും. എന്നാലും അതിന് വേണ്ടി അവർ വരും. തമ്പയ്യ കൂപ്പിട്ടേന്ന് പറഞ്ഞിട്ട് വരും അവർ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചടങ്ങുകൾ. രണ്ട് വിളക്ക് വയ്ക്കും. ഉരുളിട്ട് രണ്ട് വിളക്ക് വയ്ക്കും. ഒരു ഒറ്റ വിളക്കല്ല വയ്ക്കും. ഒരു പുറത്ത് ഒരു പുറത്ത്. അത് ഈ 4 പുറത്തേക്ക് തിരി വെച്ചാൽ 3 പുറത്തേക്ക് തിരി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു പുറത്ത് തിരി വെക്കാം. കെടാതെ നോക്കുക. ഇതൊക്കെയാണ് അത്. സാക്ഷാൽ വിലയുടെ മച്ചിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പോകുമ്പോൾ ഒഴിവുള്ള സ്ഥലത്ത് കോലായില വയ്ക്കുക. എല്ലാവർക്കും ചുറ്റി വന്ന് കാണുമൊക്കെ വേണ്ടേ. അതിന് വേണ്ടി സ്ഥല സൗകര്യങ്ങളോട്ട് വയ്ക്കുക. പുലർച്ചെ വിഷുക്കഞ്ഞിയാണ് പ്രാധാന്യം. ചക്ക കൊണ്ടുള്ള കറിയും കഞ്ഞിയും വയറു നിറച്ചു കുടിച്ചാണ് വിഷുവിന് തുടക്കമാകുന്നത്. പണ്ടുകാലത്ത് വീടുകളിൽ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങും നടത്തിയിരുന്നു. കൃഷിയും അനുബന്ധ പ്രവൃത്തികളും ഇല്ലാതായതോടെ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങും ഇന്ന് അന്യമായിരിക്കുന്നതായി ഊരക്കാട്ടിൽ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ഈ വിഷുവിന്റെ കണികാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അന്ന് ഒരു കൈക്കോട്ടുചാൽ നടത്തലും കാര്യങ്ങളൊക്കെ അന്നുണ്ട്. അത് വീട്ടിൽ മുറ്റത്ത് വെച്ചിട്ടാണ്. പിന്നെ ഈ നാൽക്കാലിയെ കൊണ്ട് പാടത്ത് പോയിട്ട് കന്നുപൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന് അന്നത്തെ കൃഷിപ്പണി ഇപ്പം ഇല്ല. അതുകൊണ്ട് അന്ന് അതിനൊരു മൂത്തം ഉണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും മണിക്കൽ. ആ മൂത്തത്തിൽ എന്നാ ദൂട്ടം അത് എന്നാണൊക്കെ അന്ന് പോയിട്ടാണ് അത് ചെയ്യൽ. അപ്പോൾ അതിന് പൂത്തോളയൊക്കെ കുളിപ്പിച്ച് കൊടുന്ന് ഈ കണിക്കൊന്നയും കഴുതത്തല തേങ്ങ പൊട്ടിക്കലൊക്കെ ഉണ്ടാവും. അത് ഈ തേങ്ങ പൊട്ടിക്കൽ മടാവുകൊണ്ടൊന്നല്ല, ഈ കരിമ്പിൽ മുക്കിയിട്ടൊക്കെ തേങ്ങ പൊട്ടിക്കായിരുന്നു. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ നമുക്കത് അവിടെ ചെറിയ ഗണപതി പൂജ നടത്തുമ്പോൾ തന്നെയാണ് ചെറുതായിട്ടൊന്ന് നടത്തും. അതിൻ്റെ ശേഷം ഈ പൂട്ടിയ സ്ഥലത്ത് അല്ല വിത്തറക്കൽ. ആ കണ്ടത്തിൽ ഒരു അരികിൽ എവിടെയെങ്കിലും വിത്തറക്കുക എന്നുള്ള ഒരു ചടങ്ങ് നടത്തും.
അത് പ്രാണികളും പ്രാവും കണ്ണി കണ്ടൊക്കെ പെറുക്കി പോവാതിരിക്കാൻ അതിന് തക്കതായ അടപ്പും കാര്യങ്ങളൊക്കെ വെക്കും. ഇത് മുളച്ച് കാണണം, അതാണ് ഉദ്ദേശം. ഏത് വിത്തിൻ്റെ ഗുണം അറിയാം. ഈ സമയത്ത് നമ്മൾ ആ കൊല്ലം വിളയിട്ടതിൻ്റെ ഒരു ഉദ്ദേശം കൂടി അതിൽ മനസ്സിലാക്കി എടുക്കാണ്ടെന്നാണ് അന്ന് കാരണന്മാർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ തന്നെ അന്ന് നടത്തലുള്ളൂ. പിന്നെ പോത്തുകൾക്ക് അന്ന് ഈ തേങ്ങ പൊട്ടിച്ച് അതിന് പഴമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേശ്ശെ തിന്നാൻ തൊള്ളയിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ ചെയ്യും. അത്രയൊക്കെ തന്നെ അന്ന് ചെയ്യലുള്ളൂ. രാവിലെ വലിയ വീടുകളിൽ മാത്രമാണ് കണി വെച്ചിരുന്നത്. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർ ഉയർന്ന വീടുകളിലേക്കാണ് കണി കാണാൻ വേണ്ടി വന്നിരുന്നത്. അന്നൊക്കെ കാൽ അണയാണ് വീട്ടുകാർ നൽകിയിരുന്നത്. കൂടാതെ കഞ്ഞിയും നൽകിയിരുന്നതായി കുഞ്ഞിലക്ഷ്മി അമ്മാൾ പറഞ്ഞു. വിഷുവിന് അവിഭാജ്യ ഘടകമായതിനാൽ കൊന്നപ്പൂ മാർക്കറ്റുകളിലും ലഭ്യമായി തുടങ്ങി. കാലങ്ങളായി കൊന്നപ്പൂക്കൾ മലയാളികളുടെ മനസ്സിലും വിശ്വാസത്തിലും കടന്നുകയറിയിട്ടുണ്ടെങ്കിലും പുതിയ കൊന്നപ്പൂച്ചെടി വെച്ചുപിടിപ്പിക്കാൻ പുതിയ തലമുറയിലെ യുവാക്കൾ തയ്യാറാകണമെന്ന് മുതിർന്ന അംഗം എ വിശ്വനാഥൻ പറഞ്ഞു. CCN ചത്തല്ലൂർ.